വിസ്മയ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വയംവര സിൽക്സ്, കൊച്ചി, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. In association with രാജകുമാരി, the complete shopping center. ഇനി ഓരോ പെണ്ണും ഒരു രാജകുമാരി. നമസ്കാരം, വിസ്മയ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൈരളി ജ്വല്ലേഴ്സ്, അൺബിലീവബിൾ ചോയ്സസ്, വർക്കല, കല്ലമ്പലം, പേരൂർക്കട. പോത്തൻകോട് യുവാവിന്റെ കൊലപാതകം ഞെട്ടൽ മാറാതെ പ്രദേശവാസികൾ. കേസിലെ 1-ാം പ്രതി സുധീഷ് ഉണ്ടി, 3-ാം പ്രതി ഭാര്യ സഹോദരൻ. കൊലപാതകത്തിന് കാരണം ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പക എന്ന പോലീസ് സ്ഥിരീകരണം. മാരകായുധങ്ങൾ കാട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കൊട്ടേഷൻ സംഘം. മത്സ്യവാഹനം തട്ടിയെടുത്ത വാഹനം കണ്ടെത്തിയത് അയിരൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്നും. നെയ്യാറ്റിൻകര ആറാലുമൂട്ടിൽ വീട് കയറിയ ആക്രമണം, ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് പരിക്ക്. 4-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവം ഇന്നലെ രാത്രിയോടുകൂടി. വിദേശ മദ്യം ചില്ലറ വിൽപ്പന നടത്തി, പ്രതി എക്സൈസിന്റെ പിടിയിൽ. ന്യൂ ഇയർ പ്രമാണിച്ച പ്രത്യേക പരിശോധനയിലാണ് അറസ്റ്റ്. വാർത്തകൾ വിശദമായി. പോത്തൻകോട് യുവാവിനെ വെട്ടിക്കൊന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് ഞെട്ടൽ മാറാതെ കുടുംബനാഥൻ സജീവ്. വിസ്മയ ന്യൂസ് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. നമ്മൾ ലോക 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് പൊളിച്ചവന്മാർ അകത്ത് കയറി. ഒരു പെണ്ണിനെ കിട്ടിയപ്പോഴും അവളെ കഴുത്തിൽ കത്തി കൊണ്ട് വെച്ച് കൈ പിടിച്ച് തിരികെ വിട്ടാനൊക്കെ. നമസ്കാരം, പോത്തൻകോട് കലൂരാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ ദിവസം അതിമൃഗീയമായി ഒരു ചെറുപ്പക്കാരനെ, സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു കാൽ വെട്ടിയെടുത്ത് ചോര വാർന്ന് മരണപ്പെട്ട വീട്ടിന് മുന്നിലാണ് നിൽക്കുന്നത്. മരണമടഞ്ഞ സുധീഷ് ഒരുപാട് ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നു. ഈ ഭാഗത്ത് സുധീഷിന് ഒരുപാട് ബന്ധുക്കളുണ്ട്. ഇവിടെ ഏതോ ഒരു വീട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു സുധീഷ്. ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് പണിയുണ്ടായിരുന്നു. ആ സമയത്ത് സുധീഷ് ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നെ ഈ വീട്ടുകാർ കാണുന്നത് ഈ അക്രമികൾ ഓടിച്ചുകൊണ്ട് വരുന്ന സുധീഷിനെയാണ്. ആ ഭാഗത്ത് നിന്നാണ് സുധീഷ് ഓടി വന്ന് വീടിനകത്ത് കയറി കതവടച്ചു. സുധീഷ് ഓടിക്കയറുന്നതെന്ന് ഇവർ കണ്ടില്ല. എന്നാൽ തൊട്ട് പിറകെ എത്തിയ അക്രമികൾ, ഏകദേശം 15ഓളം പേരുണ്ടായിരുന്നു പറയുന്നത്. അവർ എത്തി ആവശ്യപ്പെട്ട സുധീഷ് ഉണ്ടോ എന്നായിരുന്നു. ഇദ്ദേഹം ഇവിടുത്തെ ഗൃഹനാഥൻ സുധീഷിനെ അകത്ത് കയറുന്നത് കണ്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അത് വിശ്വസിക്കാത്ത അക്രമികൾ ഈ വാതിലും അതുപോലെ ജനലുമൊക്കെ വെട്ടിപ്പൊളിച്ചു. ആ ജനൽ വെട്ടിപ്പൊളിച്ചതിലൂടെ ഒരു പക്ഷേ സുധീഷിനെ കണ്ടു കാണാം. അവർ ഈ വാതിൽ ചവിട്ടി തുറന്നാണ് അകത്തേക്ക് കയറിയത്. പൊളിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറി സുധീഷിനെ ഹാളിലിട്ട് തന്നെ നല്ല രീതിയിൽ വെട്ടുകയും ഒരു കാൽ വെട്ടിമുറിച്ച് മാറ്റുകയും ആ കാലുമായി ഇവർ കൊലവിളി നടത്തിക്കൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. കുട്ടികളുടെ മുമ്പിട്ടല്ലേ ചെയ്തത് അല്ലേ? തിരിച്ചിറങ്ങിയപ്പോ കൊച്ചുങ്ങളെല്ലാരും കണ്ട് പേടിച്ച് ഭയം വന്നിട്ട് അനിയൊക്കെ ഇത് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ കൊച്ചും അതുണ്ടായിരുന്നോ? ഈ കുട്ടിയും ഉണ്ടായിരുന്നോ? ഓടിക്കുണ്ടായിരുന്നു. പിന്നെ അവന്റെ 2 മക്കളും. ചേച്ചിയുടെ ആരാണ്? എന്റെ മൂത്ത മോളെ വീട്ടിലാണോ? ഓടിക്കൊണ്ട് വന്ന് ചാടി. അല്ല, പുള്ളി അവിടെയാണ് താമസിക്കുന്നത്? അല്ല അവര് ചെമ്പാങ്കുളത്താണ് താമസിക്കുന്നത്. പക്ഷെ മെനയ്ക്ക് 4 നമ്മളോടൊരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോൾ പോയി. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇതിനൊക്കെ വന്ന് വെട്ടുകൊണ്ടതായിട്ടാണ്. ഉച്ചയ്ക്ക് ആ സമയത്ത് ഞാൻ വെട്ടിയ സമയത്തൊന്നും ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ജോലിക്കായിരുന്നു. അപ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞപ്പോഴത്തന്നെ ഞാൻ വണ്ടി പിടിച്ച് വന്നു. അപ്പോൾ ഒരു രക്തനിരകളായിട്ട് കിടക്കുന്ന പോലീസ് ആളും വേഗമൊക്കെ കൂടി കിടക്കുന്നതായിട്ടാണ്. കഴുത്തിന് മുകൾ ഭാഗത്തേക്ക് വെട്ട് ഏറ്റില്ല എന്നതാണ് ഇപ്പോൾ പോലീസുകാരൊക്കെ പറയുന്നത്. കാരണം താഴേക്കായിരുന്നു വെട്ടുകളല്ല. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, സുധീഷിനെ കൊല്ലാനായിരുന്നില്ല ഈ അക്രമികളുടെ ഉദ്ദേശം. സുധീഷിൻ്റെ ഒരു കാൽ വെട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. എന്നാൽ ഈ ഭയചകിതരായ നാട്ടുകാർ, കാരണം ഇവിടെ ബോംബൊക്കെ എറിഞ്ഞു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, ഈ നാട്ടുകാരൊന്നും സുധീഷിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഭയം കൊണ്ടായിരിക്കാൻ തയ്യാറായില്ല. പിന്നെ പോലീസ് എത്തിയാണ്
സുധീഷിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. ആ സമയത്ത് ഒരുപാട് രക്തം വാർന്നു പോയിരുന്നു. അതായിരുന്നു സുധീഷിൻ്റെ മരണകാരണവും. ഈ വീട്ടിൻ്റെ ഗൃഹനാഥനായ സജീവ് ഏട്ടൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, പിന്നെ അതുകൂടാതെ വേറെ കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു അല്ലേ. ഈ 3 കുട്ടികളുടെയും ഇദ്ദേഹത്തിൻ്റെയും മുന്നിൽ വെച്ചാണ് ഈ ഒരു ക്രൂരകൃത്യം നടന്നിരിക്കുന്നത്. ഇപ്പോഴും ആ കുട്ടികൾ ആ ക്രൂരകൃത്യം കണ്ടതിന് ചേട്ടനിൽ നിന്നും മാറിയിട്ടില്ല. ചേട്ടൻ പോലും വ്യക്തമായിട്ടില്ല. അപ്പോൾ കുട്ടികളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയും. കുട്ടികൾ പനിയൊക്കെ ആയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബം. അത് മാത്രമല്ല, ഇവർക്ക് വീടിനകത്ത് പ്രവേശിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഇൻക്വസ്റ്റ് ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇവർക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ചേട്ടാ, ഈ മരിച്ച ആൾ നിങ്ങളുടെ ആരാണ്? സുധീഷ് എൻ്റെ വൈഫിൻ്റെ അകന്ന ഒരു വല്യമ്മയുടെ മോനാണ് മരിച്ച. അദ്ദേഹം ഇവിടെ താമസിക്കുകയായിരുന്നു? അതെ. ഇല്ല, ഇവിടെ എൻ്റെ വീട്ടിലെ കോൺക്രീറ്റിൽ ഇന്നേക്ക് 4-ാം ദിവസമായി. അപ്പം വീട്ടിലെ കോൺക്രീറ്റിൽ നിന്ന് വിളിച്ചിട്ട് വന്നതല്ല, അവ തീർച്ചയായും വന്നപ്പോഴും നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കമ്പിയിട്ടാണ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പിയിട്ട് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവന്മാർ 2 പേര് വന്ന്. അപ്പോൾ 2 പേര് കോൺക്രീറ്റിന് കയറി. അതിനിടയ്ക്ക് കൂടെ നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞ് കോൺക്രീറ്റില്ല ഒരു 4-4:30-5 അന്ന് ഇവിടെ നല്ല മഴയായിരുന്നു. 4-4:30-5 മണിക്കകത്ത് കോൺക്രീറ്റ് കഴിഞ്ഞു. അപ്പോഴേ തന്നെ അവർ ക്യാഷ് കൊടുത്ത് 500 രൂപ. ഞാൻ ഈ വെളിയിൽ പോകാൻ നിൽക്കുന്നുണ്ട്. പുള്ളിയും കൂടെ ജോലി ചെയ്തു? അദ്ദേഹം ജോലി ചെയ്തു. അപ്പം പണിക്കൂലി കൊടുത്തു ചേട്ടൻ? പണിക്കൂലി കൊടുത്തു, പക്ഷെ മേടിച്ചില്ല, വാങ്ങിച്ചില്ല. നമ്മൾ ആ ഒരു ബന്ധം കാരണം വാങ്ങിച്ചില്ല. ഒരു സ്മൃതി ബന്ധം പൈസ അണ്ണ ഇത് വെച്ചേരുന്നു ഇതേ ഉള്ളു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ട മക്കളെ വേണ്ട, അത് വെച്ചേരെന്ന് പറഞ്ഞ്. അപ്പം ചേട്ടൻ പോവും 17-ാം തീയതി പോകാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചേക്കുകയാണ്. അപ്പം ചേട്ടൻ വിചാരിച്ചാൽ അതുകൊണ്ടായിരിക്കാം തിരിച്ചു തന്നെ. പിന്നെ പോയിട്ട് 6 മണിയൊക്കെ അടുപ്പിച്ചായി ഇവിടുന്ന് പോയിട്ട്. പിന്നെ കാണുന്നത് ഇന്നലെ ഈ സംഭവം നടക്കുമ്പോഴാണ് കാണുന്നത്. പിന്നെ ഓടി വരെയായിരുന്നു ഇതുവഴി ഒന്ന് ഓടി വന്ന് അതുവഴിയാണ് ഓടി വന്നത്. അപ്പൊ പുള്ളി ഓടിച്ചത് അവിടെ നിന്നാണ് ഓടിച്ചത്? നമ്മൾ കണ്ടില്ല എവിടെ നിന്നാണ് ഓട്ടിക്കണേന്ന്. സംഭവം അവൻ വന്നത്, സുധീഷ് വന്നത് ഈ വഴിയാണ് വന്നത്. അതുവഴിയാണ് ഓടി വന്നത്. എവിടെ നിന്ന് ദിശയിൽ നിന്നും നമുക്കറിയത്തില്ല. പക്ഷെ ജോലി കഴിഞ്ഞിട്ട് ഉണ്ണാൻ വന്ന സമയമാണ്. അപ്പൊ മക്കൾ 2 പേരും ഇതിനകത്തുണ്ട്. അപ്പൊ ഞാൻ അനിയത്തി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എത്ര പ്രായമുണ്ട്? 5ഉം 7ഉം. അപ്പൊ അനിയത്തി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ മോനുണ്ടായിരുന്നു, അനിയത്തിയുടെ മോനാണ്. അപ്പോൾ അനിയത്തിയുടെ ഭർത്താവ് മോനെ കയ്യിലെടുത്തിട്ട് ഇവർക്ക് ചോറിട്ട് കൊടുക്കാനായിട്ട്, ചേട്ടൻ വന്നില്ല, ചോറ് കൊടുക്കാനായിട്ട് ഇന്ന് കയറി. അപ്പോൾ ചേട്ടനും ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വന്നു. അപ്പോഴാണെങ്കിൽ അവിടുത്തെ കതവ് നമ്മൾ അടച്ചാണ് ഇട്ടേക്കുന്നത്. മക്കൾ വെളിയിറങ്ങുന്നു. അപ്പോൾ ഈ കഥ തുറന്നാണ് ഇവരെല്ലാവരും ചേട്ടൻ സഹിതം അകത്ത് കയറിയത്. അകത്ത് കയറി കഥ നോക്കിയപ്പം പട്ടണ ഒരു സൗണ്ട്, അടയ്ക്കുന്ന സൗണ്ട് ചേട്ടൻ കേട്ട്. ഊണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഊണ് റെഡിയാക്കാൻ കയറി അങ്ങ് അകത്തോട്ട് കയറി തിരിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് 2 ടക്ക് ടക്ക് എന്ന് പറഞ്ഞ 2 ശബ്ദം, നമ്മൾ ഡോർ അടയ്ക്കുന്ന ശബ്ദം. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഡോർ അടച്ചിരിക്കുന്നു. ഞാൻ തുറന്നിട്ട് ഡോറായിരുന്നു. ഈ ഡോർ അടച്ചിരിക്കുന്നു, പിന്നെ ആ ഡോറും അടച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ പയ്യൻ പിന്നീട് പറയണ, അണ്ണാ ഇത് നമ്മളെ കയ്യിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ വെളിയിൽ ആ ഗ്ലാസ് വഴി നോക്കിയപ്പോൾ പയ്യന്മാർ, ഒരു കിൻഡിലെ പയ്യന്മാർ, 10-12 പയ്യന്മാർ അടുപ്പിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗ്ലാസ് വഴി നോക്കിയപ്പോൾ അവൻ എൻ്റെ മോനെ മൊബൈൽ കളിക്കുന്നത് ഇത് ശീലമുണ്ട്. അവൻ മൊബൈൽ എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ട് നോക്കിയപ്പോൾ അവന്മാർ ഗ്ലാസ് പിടിച്ചു. ഈ ഗ്ലാസ് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ഇവൻ്റെ മോൻ്റെ പേരത്ത് ഒരു ചില്ല് കയറി. അവൻ പേടിച്ചു പോയി, മോൻ പേടിച്ചു പോയി. മോൻ മൂത്തവൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, മക്കളെ ഇങ്ങ് വാന്ന് പറഞ്ഞു. 2 പേരെ കൂടെ പിടിച്ച് ഞാൻ എൻ്റെ ഈ സൈഡിലോട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തി. അപ്പം മോന് അവളെ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാനും 2 മക്കളും 3 മക്കൾ അനിയനും കൂടെ ഇതിനകത്ത് കയറി ലോക്ക് ചെയ്തു. അപ്പോഴേക്കും നമ്മൾ ലോക്ക് ചെയ്ത് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് പൊളിച്ചാൽ അകത്ത് കയറി. ഈ വാതിൽ പൊളിച്ചാണ്ട് ആ കാണുന്ന ഇതിൽ കൂടെ അകത്ത് കയറി. ഓടി വന്നതോ അകത്ത് കയറി വാർച്ചകൾ കണ്ടില്ല. ആരാണ് കയറി പോയതെന്ന് നമ്മൾക്ക് അറിയത്തില്ലായിരുന്നു. സംഭവം ഇത് ഈ സംഭവം നടക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആരെയാണ് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സംഭവം ഇവിടെ അതിനകത്ത് കയറി നമ്മൾ ഈ ഡോറിനകത്ത് വന്ന് പറഞ്ഞ് സുധീഷ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കാര്യം വിഷയമായി. അപ്പോഴും നോക്കിയപ്പോൾ ആ ഡോറ് ചവിട്ടി പൊളിച്ച് ചവിട്ടി പൊളിച്ച് അവനെ പിടിച്ച് നമ്മളെ കാര്യങ്ങൾ നടപ്പിലായി. ആ റൂമിനകത്തിട്ട് തന്നെ വെട്ടി.
ഇവിടെ വലിച്ച് പുറത്തിറക്കി. ഇവിടെ ഇല്ല, അവിടെ തന്നെ ഇട്ട് വെട്ടി, ഹാളിനകത്ത് ചുറ്റി തന്നെ വെട്ടി. അവൻ വെളിയിറങ്ങുന്ന സമയം അവന്മാർ കൊടുത്തില്ല. എല്ലാവരും ഈ കുട്ടിയോട് കണ്ടോണ്ടിരിക്കുകയല്ലേ ഈ വെട്ടൊന്നും? ഇല്ല, ഇതിനകത്ത് ഞാൻ ഡോറ് തുറന്നത് ഈ സുധീഷ് യുമാരെല്ലാം പോയതിനു ശേഷമാണ് ആ ഡോറ് തുറന്നത്. ആ ഡോറ് തുറന്ന് ഞാനും എൻ്റെ അച്ഛനും എൻ്റെ 2-3 മക്കളും കൂടെ. നിങ്ങൾ ഡോർ തുറന്ന് കാണുമ്പോൾ സുധീഷിനെ ഇങ്ങനെ. സുധീഷിനെ ചോദിച്ചവരാദ്യം. സുധീഷിനെ ആദ്യം ചോദിച്ചു. മനസ്സിലായി സുധീഷ് അന്വേഷണം എന്താണെന്ന് മനസ്സിലായി. സുധീഷ് അകത്തുണ്ടെന്ന് മനസ്സിലായി. മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഇവർ ആരാ കയറി വന്നടച്ച്. പക്ഷെ ഇവര് പറഞ്ഞ സുധീഷ് ചേട്ടാ ഇവിടെ ഇല്ല എന്ന് ഇവര് പറഞ്ഞായിരുന്നു. ഇവിടെ ഇല്ല, ഞാനും നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ സുധീഷ് ആണ് ആ റൂമിലുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല നമ്മൾ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു നമുക്ക് അറിയത്തില്ല. എന്നിട്ട് അമ്മരെ വിശ്വസിക്കാതാണ് ആ ഡോറ് ചവിട്ടിപ്പോടുന്നത്. അവര് കണ്ടെന്നാണ് അനിയത്തിയൊക്കെ പറയുന്നത്. അനിയത്തിയുടെ കഴുത്തില് വാള് വെച്ച് അനിയനെ ഓട്ടിച്ച് അച്ഛൻ പോയപ്പോ അങ്ങോട്ട് ഓടിയപ്പോൾ കാലില് ബോംബെറിഞ്ഞ് ഒന്നും സംഭവിച്ചില്ല. അതേ ഉരുണ്ട് വീഴുന്ന അദ്ദേഹം ഓടി. അച്ഛനോട് നിൽക്കിയിരുന്നു. വീടിനകത്തുണ്ടായിരുന്നു. ഈ വീടിനകത്തേക്ക് അവിടെ നിന്ന് ആളുകൾ അതിലേ വന്നപ്പോ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് ഓടി. ആദ്യം ആ വീട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് നേരെ ഈ വീട്ടിലാണ് വന്നത്. ഇവിടെ എല്ലാം കാണുന്ന സുരക്ഷിത ബന്ധുക്കളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന എല്ലാ സുരക്ഷിത ബന്ധുക്കളും ഈ വീട് ഒഴിച്ച് ബാക്കിയുള്ള സുധീഷിന്റെ ബന്ധുക്കളാണ്. സുധീഷ് ആദ്യം ഓടിക്കരുത് ഈ വീട്ടിലാണോ വേറെ വീട്ടിൽ കയറി? അവിടെ സുധീഷ് വരുന്ന അതുവഴിയാണ് വന്നത്. അതുവഴി കയറി നേരെ ഇതുവഴിയാണ് പോയത്. ഈ സുധീഷ് ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നു പറയുന്നു. ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഇത് സ്റ്റേറ്റ്മെന്റിന് പോയപ്പോഴും അവർ പറയുന്നത് സുധീഷ് ഇങ്ങനെ 2-3 ദിവസത്തിന് മുമ്പ് ആരെയും വെട്ടിയെന്ന് പറയുന്നത് അന്ന് അപ്പോൾ ആ സ്പോട്ടിലാണ് അവ അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ അറിയണത്. ഈ വീടിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ തന്നെ എന്തെല്ലാം ഭയന്ന് വേണം കഴിയാനെന്നാണ് ആൾക്കാർക്കറിയില്ല. എന്തുമാത്രം ഭയന്ന് വേണം ഈ വീടിനകത്ത്. കണ്ണിൽ കാഴ്ച മറിയില്ല. 2 കാലം വെട്ടിയിട്ടിരിക്കുന്ന കാഴ്ച ഒരിക്കലും അത് വെട്ടിയിട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് ഒരിക്കലും അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല സാർ. അവിടെ നിന്നും വെട്ടിയെടുത്ത് കൊണ്ടുവന്ന കാൽ ഉപേക്ഷിച്ച സ്ഥലമാണിത്. ആ ബ്ലഡിൻ്റെ കറയൊന്നും ഇതുവരെ പോയിട്ടില്ല. അത് മാത്രമല്ല ആ വീടിനകത്തും ചോര തളം കെട്ടി കിടക്കുകയാണ്. ഇതുവരെ ആ വീട് വൃത്തിയാക്കിയിട്ടുമില്ല. ഒരു ക്രിമിനൽ കേസിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെപ്പറ്റി പോലീസുകാർക്ക് വിവരം കിട്ടുന്ന മുമ്പേ അവരുടെ എതിർച്ചയിലുള്ള ഗുണ്ടകൾക്ക് വിവരം കിട്ടി എന്നുള്ളതാണ് വിശ്വസിക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം. ഏതായാലും ഒരിക്കലും നടക്കാൻ പാടുള്ളൊരു കാര്യമാണ് നടന്നത്. ഈ മംഗലാപുരത്തും പരിസര പ്രദേശങ്ങളിലും ഈ അടുത്ത കാലത്ത് അക്രമസംഭവങ്ങൾ ഏറുകയാണ്. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഷാൻ തൊളിക്കോടിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്. മാരകായുധങ്ങൾ കാട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കൊട്ടേഷൻ സംഘം മത്സ്യവാഹനം തട്ടിയെടുത്തു. ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് തട്ടിയെടുത്ത് കടന്ന വാഹനം കണ്ടെത്തിയത് അയിരൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന്. കൊട്ടേഷൻ സംഘം മാരകായുധങ്ങൾ കാട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം മത്സ്യം കയറ്റി വന്ന വാഹനം തട്ടിയെടുത്തു. കൊല്ലം ചടയമംഗലത്താണ് സംഭവം നടന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ചടയമംഗലം കലയം ഭാഗത്ത് വെച്ച് മാരകായുധങ്ങളുമായി ബൈക്കിലെത്തിയ സംഘം മത്സ്യം കയറ്റി വന്ന മിനി പിക്കപ്പ് വാനിലുണ്ടായിരുന്ന ഡ്രൈവറെയും സഹായിയെയും ഭീഷണിപ്പെടുത്തി റോഡിൽ ഇറക്കിയ ശേഷം വാഹനവുമായി കടന്നു കളയുകയായിരുന്നു. ഡ്രൈവർ ചടയമംഗലം പോലീസിൽ വിവരമറിയിക്കുകയും വാഹനം പാരിപ്പള്ളി ഭാഗത്തേക്ക് പോയതായി മനസ്സിലാക്കിയ ചടയമംഗലം പോലീസ് പള്ളിക്കൽ, പാരിപ്പള്ളി, വർക്കല, അയിരൂർ സ്റ്റേഷനുകളിൽ വിവരമറിയിക്കുകയുമായിരുന്നു. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയിരൂർ ISHOയുടെ നേതൃത്വത്തിൽ പട്രോളിംഗ് നടത്തവേ പുലർച്ചെ 5:30 ചെമ്മരുതി ചാവടിമുക്കിന് സമീപത്ത് വെച്ച് വാഹനം കാണുകയും തടയാൻ ശ്രമിച്ച പോലീസ് വാഹനം ഇടിച്ചുമാറ്റി നാശനഷ്ടം വരുത്തിയ ശേഷം കടന്നുകളയുകയുമായിരുന്നു. തുടർന്ന് അയിരൂർ പോലീസ് വാഹനത്തെ പിന്തുടരുകയും പിടികൂടുമെന്ന് ഉറപ്പായതോടെ മടത്തുവിളാകം ക്ഷേത്രത്തിന് സമീപത്തെ തോട്ടിൽ ഇടിച്ചിറക്കിയ ശേഷം വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. തട്ടിയെടുത്ത വാഹനത്തോടൊപ്പം പൾസർ ബൈക്കിൽ 2 പേർ കൂടി വാഹനത്തെ പിന്തുടരുന്നതായി പോലീസ് മനസ്സിലാക്കി. ചടയമംഗലം പോലീസ് അയിരൂരിലെത്തുകയും തട്ടിയെടുത്ത വാഹനം ചടയമംഗലം സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. പാരിപ്പള്ളി കടമ്പാട്ടുകോണം മൊത്തവ്യാപാര മത്സ്യമാർക്കറ്റിൽ നിന്നും മത്സ്യം വാങ്ങിയ ഇനത്തിൽ പണമിടപാടുമായി സംബന്ധിച്ച വിഷയത്തിലാണ് വാഹനം തട്ടിക്കൊണ്ടുപോകാൻ ഇടയായതെന്നാണ് പോലീസ് പറയുന്നത്. ഡ്രൈവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാരിപ്പള്ളി കടമ്പാട്ടുകോണം സ്വദേശിയും മത്സ്യമാർക്കറ്റിലെ മൊത്തവിൽപ്പന വ്യാപാരിയുമായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൃത്യനിർവഹണം നടത്തുന്നതിനിടെ പോലീസ് വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയതിന് അയിരൂർ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിസ്മയ ന്യൂസ്, വർക്കല. നെയ്യാറ്റിൻകര ആറാലുമൂട്ടിൽ വീട് കയറി ആക്രമണം. ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് പരിക്ക്. നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശി സുനിൽകുമാറിന്റെ വീട്ടിലാണ് 4 അംഗ സംഘം ആക്രമണം നടത്തിയത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം. നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശി സുനിൽകുമാറിന്റെ വീട്ടിലാണ് 4 അംഗ സംഘം ആക്രമണം നടത്തിയത്.
ഇന്നലെ രാത്രിയായിരുന്നു സംഭവത്തിൽ സുനിൽകുമാറും ആക്രമണ സംഘത്തിലെ രാജേഷ് എന്ന യുവാവിനും പരിക്കേറ്റു. സുനിൽകുമാർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ വീട്ടിൽ ഉറങ്ങി കിടക്കുകയായിരുന്നു. എന്നിട്ട് ഇവർ വന്ന് കതവ് തട്ടിയിട്ട് ഞാൻ അനിയനാണെന്നും പറഞ്ഞ് ആരാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കാണ് അത് ഇറങ്ങി വാടാമെന്നും പറഞ്ഞ് പിള്ളേർ പേടിച്ച് ഓടിയൊന്ന് കതവ് കൂട്ടി. ഞാൻ കഴിക്കുമ്പോഴേക്കും ബാക്ക് കതവ് ചവിട്ടി തുറന്ന് ഇവരെല്ലാം കൂടെ അകത്ത് കയറി. അങ്ങനെ ആദ്യത്തെ അടി മോക്ക് തന്നെ കിട്ടി. മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഇതിലാണ് എനിക്ക് സംഭവിച്ചത്. 2 ദിവസം മുമ്പ് നെയ്യാറ്റിൻകരയിലെ ഒരു മരണവീട്ടിലുണ്ടായ വാക്കേറ്റമാണ് വീട് കയറി ആക്രമണത്തിൽ കലാശിച്ചതെന്ന് നെയ്യാറ്റിൻകര പോലീസ് പറഞ്ഞു. ശ്രീരാജ്, അഭിലാഷ്, ദീപക് എന്നിവർക്കെതിരെ സുനിൽകുമാർ നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ വിളിച്ച ആൾക്കാരോട് വേളം കാണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേഷനിൽ അവർ വരുന്നിട്ടില്ല. ഈ വിട്ടുകൊണ്ടേഷാണ് പിന്നെ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത് കുറച്ച് ദിവസവും മാസം കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ദയവേത് അത് ഇവിടെ നിന്ന് ഒഴിവാക്കിത്തരാം. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും സുനിൽകുമാറിന്റെ മൊഴിയെടുത്താൽ മാത്രമേ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാകൂ എന്നും നെയ്യാറ്റിൻകര പോലീസ് പറഞ്ഞു. വിസ്മയ ന്യൂസ്, നെയ്യാറ്റിൻകര. വിദേശമദ്യം ചില്ലറ വിൽപ്പന നടത്തിയയാൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് പ്രത്യേക പരിശോധനയിലാണ് കല്ലറ മിതൃമല സ്വദേശി സതീശനെ വാമനാപുരം എക്സൈസ് സംഘം പിടികൂടിയത്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചുള്ള പ്രത്യേക പരിശോധനയിൽ വാമനപുരം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും ചേർന്ന് കല്ലറ മുതുവിള ജംഗ്ഷൻ സമീപത്തു നിന്നും വിദേശമദ്യം വാങ്ങി ചില്ലറ വിൽപ്പന നടത്തിയ കുറ്റത്തിന് കല്ലറ വില്ലേജിൽ മിതൃമല ദേശത്ത് മൂളായിക്കോണം വിഷ്ണുവിലാസത്തിൽ നാരായണൻ മകൻ കണിയാൻ എന്ന് വിളിക്കുന്ന സതീശനെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തു. പ്രതിയിൽ നിന്നും 2.5 ലിറ്റർ മദ്യവും 1400 രൂപ പിടിച്ചെടുത്തു. സതീശനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നതായി ഇൻസ്പെക്ടർ അറിയിച്ചു. പാർട്ടിയിൽ ഇൻസ്പെക്ടറെ കൂടാതെ പ്രിവന്റീവ് ഓഫീസർ NR രാജേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ സജിത്, അരുൺകുമാർ, അനീഷ് എന്നിവർ പങ്കെടുത്തു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പരാതികൾ വാമനപുരം ഓഫീസിലെ 0472 28 37 505 94 000 69 421 എന്നീ നമ്പറുകളിൽ അറിയിക്കാവുന്നതാണ്. വിസ്മയ ന്യൂസ്, വാമനപുരം. വെമ്പായത്തിനു സമീപം കന്യാകുളങ്കരയിൽ ഇബി സ്മാർട്ട് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. മുൻ മന്ത്രി MK മുനീർ മാർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ വിൽപ്പന സീരിയൽ താരം റിനിഷ നിർവഹിച്ചു. വെമ്പായം കന്യാകുളങ്ങരയിൽ ഇബി സ്മാർട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. മുൻ മന്ത്രി MK മുനീർ ഇബി സ്മാർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാർക്കാണ്. കാരണം സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു വിലയിലാണ് ഇവിടുത്തെ സാധനങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല ഇബി സ്മാർട്ട് സ്മാർട്ടായിട്ടുള്ള ഒരു മാർട്ടായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് ഉള്ള എല്ലാ പിന്തുണയും ഇവിടുത്തെ ജനങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ സൂചിപ്പിക്കുന്നത്. ആദ്യ വിൽപ്പന സീരിയൽ താരം റിനീഷയും നിർവഹിച്ചു. ഒരു മാർട്ടാണ്, വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. പിന്നെ മാത്രമല്ല ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഓരോ ഐറ്റത്തിനും ഡിസ്കൗണ്ട് ഉണ്ട്. നോക്കിയാൽ 30 rupees, 20 rupees, 7 rupees എല്ലാ പ്രോഡക്റ്റിനും ഡിസ്കൗണ്ട് ഉണ്ട്. മാത്രമല്ല എല്ലാ സാധനങ്ങളും ഉണ്ട്, A to Z വരെയുള്ള സാധനങ്ങൾ. ഒരു പറയുന്നത് കേട്ടിട്ടില്ലേ, ഒരു കുടക്കീഴിൽ എല്ലാം ഒതുങ്ങുന്ന പോലെ, അതുപോലെ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഉറപ്പായിട്ടും ഇവിടെ ട്രിവാൻഡ്രത്ത് എൻ്റെ ഫസ്റ്റത്തെ ഇനോഗ്രേഷനാണ്. അത് ഇത്രയും നല്ലൊരു വലിയൊരു എന്താ പറയുക ഒരു സംഭവം ഇനോഗ്രേഷൻ്റെ ദിവസം തന്നെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പടച്ചോൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് ഈ ഒരു സംരംഭം വലുതാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.
ബിസിനസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഇടവേളയിലേക്ക് തിരികെ വാർത്തകളിലേക്ക്. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ പരിജ്ഞാനം നേടിയവരായിരിക്കണം ശിവഗിരിയിൽ തൊഴാൻ വരേണ്ടവരെന്ന ഗുരുവചനം ഉണ്ടായിരുന്നതായി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ. 89ാമത് ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കബഡി ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു സ്വാമികൾ. 89ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ദക്ഷിണേന്ത്യൻ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ശിവഗിരിയിലെ ഇൻഡോർ ഫ്ലഡ്ലിറ്റ് സിന്തറ്റിക് കോർട്ടിൽ നടന്ന ദക്ഷിണേന്ത്യൻ കബഡി ടൂർണമെന്റ് 2006 ലോക ബോക്സിംഗ് ചാമ്പ്യനും അർജുന അവാർഡ് ജേതാവുമായ KC ലേഖ ഉദ്ഘാടനം ചെയ്തു. മാനവ സൗഹൃദം നിലനിർത്തുന്നതിനായി ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും KC ലേഖ പറഞ്ഞു. മുൻകാലങ്ങളിൽ ഞാൻ ഇവിടെ പറഞ്ഞു, നേരത്തെ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ജനിച്ചത്. അവിടെ തികച്ചും ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്ന എനിക്ക് ഇത്രയൊക്കെ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ബോക്സിങ്ങിൽ ലോക ചാമ്പ്യനാകാനും ധ്യാൻചന്ദ് അവാർഡ് നേടാനും ഒക്കെ കഴിയുകയെങ്കിൽ അന്ന് എൻ്റെ മുന്നിൽ ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കഠിനാധ്വാനം ചെയ്യുക, അതിന് നമ്മൾ വിജയം നേടുക എന്നുള്ളത് മാത്രം. ശിവഗിരി തീർത്ഥാടന കപ്പ് ദക്ഷിണേന്ത്യൻ ഇൻവിറ്റേഷൻ കബഡി ടൂർണമെൻറ്റിൽ ഉദ്ഘാടകയായി എന്നെ ക്ഷണിച്ചതിന് ശിവഗിരി മഠം ഭാരവാഹികളുടെ അടുത്തും അതുപോലെ തന്നെ പ്രിയപ്പെട്ട കണ്ണൻ ഇവിടെയുണ്ട്. എന്നെ ക്ഷണിച്ചത് ആദ്യം തന്നെ കണ്ണനായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിന്റെ യശസ് ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടിയ കായിക താരത്തിനെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പൊന്നാട അണിയിക്കുകയും മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. നിങ്ങളിൽ പലരും വിചാരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഒറ്റമുണ്ടും എടുത്ത് ഒറ്റമുണ്ടും പതച്ച് നന്നായി ഷേവൊന്നും ചെയ്യാതെ ഒരു ഉടുപ്പിടാതെ വടിയും പിടിച്ച് നടന്ന ഒരു സ്വാമി, ഒരു കൃഷിവനെ പോലുള്ളൊരു സ്വാമി, അദ്ദേഹത്തിന് വലിയ പരിഷ്കാരമൊന്നും കാണില്ല, അപരിഷ്കൃതനായിരിക്കും എന്നൊക്കെ ആയിരിക്കും. കാരണം സ്വാമി ഇംഗ്ലീഷൊന്നും പഠിച്ചിട്ടില്ല, കോളേജുകളിലൊന്നും പോയിട്ടില്ല, സ്കൂളുകളിലൊന്നും പോയിട്ടില്ല. സംസ്കൃതവും മലയാളവും തമിഴും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശ്രീനാരായണ ഗുരു ആർജിച്ച പരിഷ്കാരത്തിൻ്റെ അടുത്തെത്തുവാൻ കേരളത്തിനും ഭാരതത്തിനും എത്രയോ വർഷം കാത്തിരിക്കേണ്ടതായി വരും. ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ട്രഷറർ സ്വാമി ശാരദാനന്ദ, ബോർഡ് അംഗം സ്വാമി വിശാലാനന്ദ, ജനറൽ സെക്രട്ടറി സ്വാമി ഋദംബരാനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, വർക്കല. കൊല്ലം ചവറയിൽ അമ്മയും മകനും സഞ്ചരിച്ചിരുന്ന കാർ റോഡരികിലെ കുളത്തിൽ വീണു. അതുവഴി കടന്നുപോയ ചവറ അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഫർ ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് സ്വന്തം പേഴ്സും പണവും മോഷണം പോയത് നൌഫറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചവറ തേവലക്കര കൂഴംകുളത്ത് വാഹനാപകടത്തിൽ കുളത്തിലേക്ക് തെറിച്ചു വീണ കാർ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്നു. കാറിനുള്ളിൽ സ്ത്രീയും 6 വയസ്സുകാരൻ മകനും. നിസ്സഹായരായി നാട്ടുകാർ നോക്കി നിന്നു. സഹപ്രവർത്തകന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കുവാൻ അതുവഴി പോകുകയായിരുന്ന ചവറ അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഫർ ഒറ്റയ്ക്ക് കുളത്തിലിറങ്ങി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. നാട്ടുകാരുടെ സഹായം തേടിയെങ്കിലും കുളത്തിലിറങ്ങിയ നാട്ടുകാർ ആഴം കൂടുതലായതിനാൽ തിരികെ കയറി. തുടർന്ന് അതുവഴിയെത്തിയ കരുനാഗപ്പള്ളി അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മിഥുൻ കുളത്തിൽ ഇറങ്ങുകയും നൌഫറും മിഥുനും ചേർന്ന് അതിസാഹസികമായി അമ്മയെയും മകനെയും രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരെ ചവറ അഗ്നിരക്ഷാ സേനയുടെ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചു. പ്രിയ സഹപ്രവർത്തകർ നൌഫറിനും മിഥുനും അഭിനന്ദനങ്ങൾ. സംഭവ സ്ഥലത്ത് നിന്നും 5000-ഓളം രൂപ, ATM കാർഡുകൾ, വോട്ടേഴ്സ് ID, ക്യാൻറ്റീൻ കാർഡ് എന്നിവയടങ്ങിയ നൌഫറിന്റെ പേഴ്സ് അടിച്ചുമാറ്റിയ മഹാന് നന്മ മാത്രം വരുത്തട്ടെ. വിസ്മയ ന്യൂസ്, കൊല്ലം. മനുഷ്യവർഗ സാമൂഹിക ദൗത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും പുരസ്കാര വിതരണവും നടന്നു. വർക്കലയിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ MK ലാജി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യവർഗ സാമൂഹിക ദൗത്യ സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും പുരസ്കാര വിതരണവും നടന്നു. വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആനന്ദ് ടൂറിസ്റ്റ് ഹോമിൽ നടന്ന ചടങ്ങ് വർക്കല നഗരസഭാ ചെയർമാൻ KM ലാജി ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തോടൊപ്പം വിദ്യാഭ്യാസ ചികിത്സാ ധനസഹായ വിതരണവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവർക്ക് പുരസ്കാര വിതരണവും നടന്നു. തുടർന്ന് നടന്ന സെമിനാറിൽ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, വർക്കല.
വ്യത്യസ്തമായ ഒരു ബസ് ഡിപ്പോ കൊല്ലം ജില്ലയിലുണ്ട്. ചാത്തന്നൂർ KSRTC ബസ് ഡിപ്പോയാണ് രൂപത്തിലും ഭാവത്തിലും യാത്രക്കാരെ ആകർഷിക്കുന്നത്. വിസ്മയ ന്യൂസ് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. ഏകദേശം 30 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഈ ഡിപ്പോയിൽ മൊത്തം നടന്നിട്ടുള്ളത്. നമസ്കാരം. ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് ഇറങ്ങുന്നൊന്നുമല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ചാത്തന്നൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. വളരെ വിചിത്രമായ എങ്കിൽ ഏവരാലും ആകർഷിക്കപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ മുമ്പിലത്തെ പൂമുഖം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബസ്സിൻ്റെ ചിത്രമാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകുന്ന അത്ര വൈദഗ്ധ്യത്തോടു കൂടിയാണ് ഈ ചിത്രം ഈ ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ചിത്രം ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൻ്റെ ചിത്രമാണ്. ഇതിൻ്റെ ഫ്രണ്ട് നമ്മുടെ എൻജിൻ ഭാഗം തുറന്നു കഴിഞ്ഞാൽ ഇത് ഒരു റൂമാണ്. ഇതിവിടെ സ്റ്റോർ റൂമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യ വാതിൽ ഇവിടെ കളക്ഷൻ കാര്യങ്ങൾ അതുപോലെ തന്നെ ഡ്യൂട്ടി ഒക്കെ തീരുമാനിക്കുന്ന ആ ഒരു ഓഫീസ് റൂമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്തോറും ഓരോ വാതിലുകളും ബസ്സിൻ്റെ ഓരോ വാതിലുകളും ഓരോ റൂമാണ്. ഇത് ഒരു വലിയ റൂമാണ്. അവിടെ ഇതിൻ്റെ ഓഫീസേഴ്സൊക്കെ ഇരിക്കുന്ന ഒരു റൂമാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ലാസ്റ്റ് വാതിൽ തുറന്നാലും ഇവിടെയും ഒരു വെയിറ്റിംഗ് റൂം പോലെയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതായാലും ആരുടെ ആശയമായാലും വളരെ മനോഹരമായിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഇതിൻ്റെ ATO ഉണ്ട്. ATOയോട് തന്നെ ചോദിക്കാം ഇത് ആരുടെ ആശയമായിരുന്നു എന്ന്. ചാത്തന്നൂർ KSRTC ഡിപ്പോയുടെ ATO അജിത് സാർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. സാർ, ഇത് ആരുടെ ബുദ്ധിയിൽ വരുന്ന ആശയമാണ്? പ്രധാനമായും ഇത് KSRTCയുടെ തന്നെ ഒരു ഐഡിയ ആണ്. ഈ ഐഡിയ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ജയലാൽ അവർ സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൊല്ലം PWD ഡിവിഷനിലെ കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥർ അതിനെ നല്ല രീതിയിൽ പ്രായോഗികമാക്കുകയാണ് ചെയ്തത്. ഇതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ആർട്ട് ചെയ്തിട്ടുള്ളത് പാരിപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ചിത്രശില എന്ന ചിത്രശിലയുടെ കലാകാരന്മാരാണ്. അവരെ കണ്ടെത്തിയതും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെയും ചുക്കാൻ പിടിച്ചത് നമ്മുടെ ഈ PWD AE തന്നെയാണ്. ഇതല്ലാതെ ഇവിടെ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ വേറെ എന്തൊക്കെയാണ്? അതായത് ഏകദേശം 30 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഈ ഡിപ്പോയിൽ മൊത്തം നടന്നിട്ടുള്ളത്. ഓഫീസ് നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ മറ്റുള്ള വർക്കുകൾ, പ്രധാനമായ മെയിൻ്റെനൻസ് വർക്കുകളെല്ലാം മോഡിഫിക്കേഷൻ മൊത്തം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു ഗാർഡൻ പോലെ ഗ്രൗണ്ടിലൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോട്ടൽ ഒരു ഇന്നോവേഷൻ നടന്ന ഒരു ഫണ്ടായിരുന്നു അത്. മറ്റേതൊരു KSRTC ബസ് സ്റ്റാൻഡിൽ പോകുന്നതിനേക്കാളും ഇതിനകത്ത് കയറുമ്പോൾ നല്ലൊരു ക്ലീൻ ആൻഡ് നീറ്റ്. അത് യാത്രക്കാർ മാത്രമല്ല ജീവനക്കാരും കൂടി ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റൂ. അതിൽ എന്തൊക്കെയാണ് അതിനു വേണ്ടിയൊക്കെ ചെയ്തത്? അപ്പോൾ അത് പ്രധാനമായിട്ടും നമുക്ക് MLAയുടെ കുറേ അഡ്വൈസ് ഉണ്ടായിരുന്നു. കാര്യം MLA പറയുന്നത് അദ്ദേഹം റെഡിയാക്കി അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇത് റെഡിയാക്കി ഇടും. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവനക്കാരുടെ ഭാഗം തന്നെയാണ്. അത് ഏകദേശം ഇപ്പോഴും വരെയും നമ്മുടെ ജീവനക്കാർ അതിനകത്ത് കൃത്യമായ മെയിൻ്റെനൻസ് നടത്തി വരുന്നു. അതിനെ കൃത്യമായിട്ട് വൃത്തിയാക്കുക, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കൂടാതെ ഓഫീസൊക്കെ തന്നെയായിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഓഫീസും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ടോട്ടൽ ഒരു യൂണിറ്റുമായി ഇതിപ്പോൾ മാറിയിട്ടുണ്ട്. നമ്മുടെ മുകളിലുള്ള ഈ പഴയ ബോർഡ് ഉൾപ്പെടെ എല്ലാം മാറ്റി ഒരു പുത്തൻ ഉണർവ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഇതും കൂടെ ഉള്ളൂ, അതും ഫണ്ട് അനുവദിച്ച് കിടക്കുകയാണ്. നമ്മുടെ ഗ്രൗണ്ടിൻ്റെ വർക്ക് അത് MLAയുടെ തന്നെ ഫണ്ട് അനുവദിച്ച് കിടക്കാൻ ടെൻഡർ നടപടിയെല്ലാം പൂർത്തിയായി. മഴയുടെ ഒരു പ്രോബ്ലം കൊണ്ടാണത് വൈകുന്നത്. ഏതായാലും കേരളത്തിലെ ഏതൊരു KSRTC ഡിപ്പോയും അല്ലെങ്കിൽ ഏതൊരു ബസ് സ്റ്റാൻഡും മാതൃകയാക്കേണ്ട ഒരു സ്റ്റാൻഡാണ് ഈ ചാത്തന്നൂർ സ്റ്റാൻഡ്. നഗരത്തിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് ഈ സ്റ്റാൻഡെങ്കിലും ഇവരുടെ ക്ലീൻ ആൻഡ് നീറ്റ്, വളരെ ക്ലീനും നീറ്റും ആയിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്. കണ്ടക്ടർക്കും ഡ്രൈവർക്കുമൊക്കെ വിശ്രമിക്കാനുള്ള മുറി ആയാലും ഈവൻ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമായപ്പോലും എല്ലാം വളരെ ഭംഗിയായി വളരെ അപ്ഡേറ്റായി ചെയ്തിരിക്കുകയാണ്. ഏതായാലും ചാത്തന്നൂർ ഡിപ്പോയ്ക്ക് വിസ്മയ ന്യൂസിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഷാൻ തുൾക്കോടിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.
ഒരിടവേള കൂടി. തിരികെ വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ കാണാതായ മലയാളി പെൺകുട്ടിയെ കണ്ടുകിട്ടി. ദീപു മഞ്ജു ദമ്പതികളുടെ മകൾ 13 വയസ്സുള്ള ദയാ ദീപുവിനെയാണ് ശനിയാഴ്ച വൈകുന്നേരം 5:30 കാണാതായത്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നും കാണാതായ മലയാളി പെൺകുട്ടിയെ കണ്ടുകിട്ടി. വൈറ്റ് ഫീൽഡ് നാഗോണ്ടനഹള്ളിയിൽ താമസിക്കുന്ന ദീപു മഞ്ജു ദമ്പതികളുടെ മകൾ 13 വയസ്സുകാരി ദിയ ദീപുവിനെയാണ് ശനിയാഴ്ച വൈകുന്നേരം 5:30 കാണാതായത്. മാതാപിതാക്കൾ വൈറ്റ് ഫീൽഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. കൂടാതെ വിവിധ മലയാളി സംഘടനകളടക്കം കുട്ടിയെ കണ്ടെത്താനുള്ള അഭ്യർത്ഥനാ സന്ദേശങ്ങൾ വാട്സാപ്പിലൂടെ കൈമാറി വരികയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ ദിവസം കുട്ടിയെ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും കണ്ടുകിട്ടിയത്. വിസ്മയ ന്യൂസ്, ബാംഗ്ലൂർ. ഞായറാഴ്ച വൈകുന്നേരമുണ്ടായ ബൈക്ക് അപകടത്തിൽ വക്കം സ്വദേശിയായ യുവാവിനും വെന്നിക്കോട് സ്വദേശിക്കും ഗുരുതര പരിക്ക്. പണയിൽക്കടവ് വെട്ടൂർ പാതയിൽ വെന്നിക്കോട് ക്രിസ്ത്യൻ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. പണയിൽക്കടവ് വെട്ടൂർ പാതയിൽ വെന്നിക്കോട് ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം കഴിഞ്ഞ ദിവസം വൈകുന്നേരമുണ്ടായ ബൈക്ക് അപകടത്തിൽ വക്കം സ്വദേശിയായ യുവാവിനും വെന്നിക്കോട് സ്വദേശിക്കും ഗുരുതര പരിക്ക്. പണയിൽക്കടവ് ഭാഗത്തു നിന്നും അമിത വേഗതയിൽ യുവാവ് ഓടിച്ചു വന്ന ബൈക്ക് പള്ളിക്ക് സമീപത്തെ വീട്ടിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുകയായിരുന്ന സ്കൂട്ടിയിലിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവരെയും വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വക്കം സ്വദേശിയായ യുവാവിനെ പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. യുവാവ് സഞ്ചരിച്ചിരുന്ന ബൈക്കിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്ന് സമീപവാസികളായ ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞു. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പ്രവർത്തിക്കുന്ന ഇവിടെ വാഹനങ്ങളുടെ അമിത വേഗത ഇനിയും അപകടം സംഭവിക്കാൻ കാരണമാകുമെന്നും പോലീസിന്റെ പട്രോളിംഗ് ഈ ഭാഗങ്ങളിൽ അത്യാവശ്യമാണെന്നും സമീപവാസികൾ പറഞ്ഞു. വിസ്മയ ന്യൂസ്, വർക്കല. വിദഗ്ധ സംഘം വിതുര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചു. സംസ്ഥാന ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയെക്കുറിച്ച് പഠിക്കാനാണ് മാലിദ്വീപ്സ് കൗൺസിൽസ് ജനറൽ അടങ്ങുന്ന സംഘം സന്ദർശനം നടത്തിയത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ മാൽഡീവ്സ് കൗൺസിൽ ജനറൽ അടങ്ങുന്ന വിദഗ്ധ സംഘം വിതുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചു. മാൽഡീവ്സ് കൗൺസിൽ ജനറൽ അമീനത്ത് അബ്ദുള്ള ദീദിയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കൗൺസിൽ ജനറൽ ഇബ്രാഹിം സയ്യിദ് മുഹമ്മദ്, ഫസ്റ്റ് സെക്രട്ടറി അമീനത്ത് മുഹമ്മദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാൻ കേരളത്തിലെത്തിയത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുമായി സംവദിച്ച വിദഗ്ധ സംഘം SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സ്കിൽ ഹബിലൂടെ ലഭിച്ച പരിശീലനത്തിലൂടെ തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിതുര ഇലവിൽമൂട്ടിൽ തയ്യാറാക്കിയ കുടിപ്പള്ളിക്കൂടവും സന്ദർശിച്ചു. SPC വിതുര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ശൈശവ വിവാഹത്തോട് സഹിഷ്ണുതയില്ല എന്ന അന്താരാഷ്ട്ര ക്യാമ്പയിന്റെ ബ്രോഷർ മാൽദീവ്സ് കൗൺസിൽ ജനറൽ പ്രകാശനം ചെയ്തു. മികച്ച അഭിപ്രായങ്ങളാണ് SPC കേഡറ്റുകളുടെ പ്രകടനത്തെക്കുറിച്ചും സ്കൂളിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദഗ്ധ സംഘം സന്ദർശക ഡയറിയിൽ രേഖപ്പെടുത്തിയത്. SPC സംസ്ഥാന അഡീഷണൽ നോഡൽ ഓഫീസർ K മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിൽ സ്കൂൾ ഹെഡ് മിസ്റ്റർ സിന്ധുദേവി, വിതുര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ S ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ സ്വീകരിച്ചത്. വിവിധ വശങ്ങൾ പരിശോധിച്ച ശേഷം SPC പദ്ധതി മാൽഡീവ്സ് നടപ്പിലാക്കുവാൻ ആകുമെന്ന് അംഗങ്ങൾ അറിയിച്ചു. വിസ്മയ ന്യൂസ്, വിതുര. ജമാഅത്ത് ഇസ്ലാമിയ കേരളയുടെ നേതൃത്വത്തിൽ സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു. ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമി കേരളയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമാധാനപരമായ ആശയ സംവാദം ശക്തിപ്പെടുത്തുക, സ്നേഹവും സൗഹൃദവും വീണ്ടെടുക്കുക തുടങ്ങിയ സന്ദേശങ്ങൾക്ക് ഊന്നൽ നൽകി സംഘടിപ്പിച്ച സൗഹൃദ സംഗമം ആറ്റിങ്ങൽ നഗരസഭാ അധ്യക്ഷ S കുമാരി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് സ്നേഹവും ബഹുമാനവും സത്യവും അതുപോലെ നല്ല ചിന്തയും പ്രവൃത്തിയുമൊക്കെ. അതിൻ്റെയൊക്കെ ഉടമകളാകണം നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ്. ജാതി മത ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുവാനുള്ള മനുഷ്യ സ്നേഹത്തിൻ്റെ കഥയായിരിക്കും ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയുവാനുള്ളത്. തീർച്ചയായിട്ടും ഒരു നല്ല മനുഷ്യനായി ജീവിക്കണമെങ്കിൽ നമുക്കൊരു മനുഷ്യജന്മം കിട്ടിയതുകൊണ്ട് മാത്രമാകില്ല എന്നതാണ്. ഈ ആധുനിക യുഗത്തിൽ മനുഷ്യരുടെ മനസ്സ് ഒന്ന് വ്യവച്ഛേദിച്ച് കാണണമെങ്കിൽ നമുക്കറിയാം ഓരോരുത്തരെയും മനസ്സിലുള്ള കാര്യം എന്താണെന്ന്. അത് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ഓരോ ശരീരത്തിലും അല്ലെങ്കിൽ ഓരോ മനസ്സിൻ്റെ ഉടമകൾക്കും വ്യത്യസ്തമായ രീതിയിലാണ്. ഓരോ സ്പന്ദനങ്ങളും അവരെന്തിനു വേണ്ടിയിട്ടാണ് ആ സ്പന്ദനം ഉണ്ടാകുന്നത് പോലും ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല.
നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ നാട്ടിനെ നടക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒട്ടേറെ പ്രകൃതി ക്ഷോഭങ്ങൾ തരണം ചെയ്തവരാണ് നമ്മൾ. അസുഖങ്ങൾ വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തി അവരെ മാറോട് ചേർത്തത് ജനങ്ങളാണ്, മനുഷ്യരാണ്. അതാണ് മാനുഷിക മൂല്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നഗരസഭ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ ജമാഅത്ത് ഇസ്ലാമി കേരള സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ഇസ്ലാമിക സംഘടനയാണ്, പ്രസ്ഥാനമാണ്. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം അനുസരണം, സമർപ്പണം, സമാധാനം നേടൽ എന്നതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെയൊക്കെ സൃഷ്ടാവും സംരക്ഷകനും നാഥനും നിയന്താവുമായ ദൈവത്തിന് നമ്മെ സമ്പൂർണമായി സമർപ്പിച്ച് അവനെ അനുസരിച്ച് ഈ ഭൂമിയിലെ ജീവിതത്തിലും മരണശേഷം വരാനിരിക്കുന്ന മറുലോക ജീവിതത്തിലും സമാധാനം, ശാന്തി നേടുക എന്നതാണ്. ആ അർത്ഥത്തിൽ നമുക്കേവർക്കും സമാധാനവും ശാന്തി ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് എസ് അമീൻ, എച്ച് ഷഹീർ മൗലവി, ജില്ലാ സെക്രട്ടറി പി നസീർ ഖാൻ, അബ്ദുൽ വഹാബ്, കബീർ, അബ്ദുൽ ഹമീദ്, മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൈരളി ജ്വല്ലേഴ്സ്, അൺബിലീവബിൾ ചോയ്സസ്, വർക്കല, കല്ലമ്പലം, പേരൂർക്കട. പോത്തൻകോട് യുവാവിന്റെ കൊലപാതകം ഞെട്ടൽ മാറാതെ പ്രദേശവാസികൾ. കേസിലെ 1-ാം പ്രതി സുധീഷ് ഉണ്ടി, 3-ാം പ്രതി ഭാര്യ സഹോദരൻ. കൊലപാതകത്തിന് കാരണം ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പക എന്ന പോലീസ് സ്ഥിരീകരണം. മാരകായുധങ്ങൾ കാട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കൊട്ടേഷൻ സംഘം. മത്സ്യവാഹനം തട്ടിയെടുത്തു. തട്ടിയെടുത്ത വാഹനം കണ്ടെത്തിയത് അയിരൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്നും. നെയ്യാറ്റിൻകര ആറാലുമൂട്ടിൽ വീട് കയറിയ ആക്രമണം. ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് പരിക്ക്. 4-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവം ഇന്നലെ രാത്രിയോടുകൂടി. വിദേശ മദ്യം ചില്ലറ വിൽപ്പന നടത്തി. പ്രതി എക്സൈസിന്റെ പിടിയിൽ. ന്യൂ ഇയർ പ്രമാണിച്ച പ്രത്യേക പരിശോധനയിലാണ് അറസ്റ്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.